ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം ഓരോന്നാണ്. എന്നാൽ അത്യധികമായി ഒരു മനുഷ്യൻ നേടേണ്ടതായ, അറിയേണ്ടതായ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. അതാണ് ആത്മസാക്ഷാത്കാരം, അല്ലെങ്കിൽ താൻ ആരാണെന്ന പരമസത്യം ബോധിക്കൽ. നമ്മൾ ഓരോരുത്തരും ഞാൻ ആരാണ്, താൻ ആരാണെന്ന് എന്തിനാ പറയുന്നത്? അത് നമുക്കറിയില്ലേ? ഇതാണ് നമ്മുടെയൊക്കെ ധാരണ. പക്ഷെ നമുക്ക് നമ്മെക്കുറിച്ചാണ് അറിയാത്തത്. നാം അല്ലാത്ത ബാക്കി എല്ലാത്തിനെക്കുറിച്ചും നമുക്കറിയാം. അതെപ്പോഴാണ് മനസ്സിലാക്കുക? നമ്മളെക്കുറിച്ച് അറിയുമ്പോഴാണ്. ഇത് എനിക്കിതുവരെ മനസ്സിലായില്ലല്ലോ എന്ന്. ആ അവസ്ഥയിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകളുടെ ഒന്നും ആവശ്യമില്ല. കഷ്ടപ്പെടാതെ നീ മനമേ ആത്മനിഷ്ഠയിൽ തന്നെ നീ നിന്നുകൊണ്ടിടുക. കിട്ടും മഹാനന്ദം നിത്യം, പിന്നെ പെട്ടുപോകില്ല നീ സംസാരകൂപേന. കഷ്ടപ്പെടാതെ നീ മനമേ. കാരണം ഭക്തന്മാരായിട്ടുള്ള ആളുകൾ എന്തെല്ലാം കഷ്ടങ്ങളാണ് സഹിക്കുന്നത്. കാരണം അതിശൈത്യ സമയത്തെല്ലാം കുളി, അതുപോലെ തീർത്ഥാടനം, ക്ഷേത്രങ്ങളിൽ ഉന്തും തള്ളും തിരക്കുമായിട്ട് ദർശനത്തിന് വേണ്ടിയുള്ള നൃത്തം, അതുപോലെ ശാസ്ത്രങ്ങളൊക്കെ ഇത്ര പഠിക്കണം, ഇന്നത് വേണം എന്നെല്ലാമുള്ള നിഷ്ഠകൾ, ഇത്തരത്തിൽ അനേക കർമ്മങ്ങളെ കൊണ്ട് ആവിഷ്ടമാണ് ഓരോ മനുഷ്യരും. പക്ഷേ എന്നാൽ ഒരു എളുപ്പവഴിയുണ്ട്. ആ കഷ്ടപ്പാടുകളുടെ ഒന്നും ആവശ്യമില്ല. കഷ്ടപ്പെടാതെ ഈ മനമേ ആത്മനിഷ്ഠയിൽ തന്നെ നീ നിന്നുകൊണ്ടേടേ. എന്താണ് ആത്മനിഷ്ഠ? നിരന്തരം നമ്മുടെ മനസ്സ് ആത്മാവിനെ കുറിച്ച് തന്നെ വിചിന്തനം ചെയ്യുക. എന്നെ നടത്തുന്നതും ഇരുത്തുന്നതും, ഉറക്കുന്നതും ഉണർത്തുന്നതും, കൂട്ടുന്നതും ഉണ്ടതിനെ ദഹിപ്പിക്കുന്നതും മാത്രമല്ല അതിന് പുറന്തള്ളുന്നതും. ഈ ശരീരത്തിനകത്തിരുന്നു കൊണ്ട് ആ പരമചൈതന്യ സ്വരൂപിയായ സർവേശ്വരനല്ലേ ചെയ്യുന്നത്. ആ ഈശ്വരനെ കുറിച്ച് നമ്മുടെ മനസ്സ് നിരന്തരം വിചാരം ചെയ്യൂ. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ലോകകാര്യങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഈ ലോകകാര്യങ്ങൾക്ക് പകരം ഈശ്വര കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. സർവേശ്വരനെ കുറിച്ച് വിചാരം ചെയ്യൂ. അതിനത്ര വിഷമമില്ല. അതാണ് കഷ്ടപ്പെടാതെ നീ മനമേ ആത്മനിഷ്ഠയിൽ. നമ്മളെവിടെ പോവുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കൽപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. കാണുന്നതെല്ലാം ആ ഈശ്വരൻ്റെ സ്വരൂപമാണ്. നിരാവി വെള്ളമായി, വെള്ളം ഐസായി, ഐസ് കൊണ്ട് നാനാരൂപങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാലും ആ ഐസിൻ്റെ രൂപം പോയി കഴിഞ്ഞാൽ അത് നീരാവിയായി മാറുന്നതാണ്. ആ ഐസ് നീരാവി തന്നെയാണ്. നീരാവിയുടെ ഖരരൂപമാണ് ഐസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നാം ഈ കാണപ്പെടുന്ന സർവ്വവസ്തുക്കളും അത് തന്നെയാണ് എന്ന് ബോധിക്കാൻ. ഐസിലൂടെ നീരാവിയെ കാണുന്നത് പോലെ ഈ ജഗത് പദാർത്ഥങ്ങളിലൂടെ ഈശ്വരനെ ആയിരിക്കണം നമ്മൾ കാണുന്നത്. അതാണ് ആത്മചിന്തനം, ആത്മനിഷ്ഠ എന്ന് പറയുന്നത്. കാണുന്നതൊക്കെ നാരായണൻ്റെ പ്രതിഭ. നീരാവി തന്നെയാണ് വെള്ളമായും ഐസായും മാറിയത്. ഐസ് കൊണ്ട് നാനാരൂപങ്ങളുണ്ടാക്കി. ആ രൂപങ്ങളെല്ലാം നീരാവി തന്നെയല്ലേ? അതാണ് കഷ്ടപ്പെടാതെ നീ മനമേ
ആത്മനിഷ്ഠയിൽ തന്നെ നീ നിന്നുകൊണ്ടിടിൽ. ഈ കാണുന്നതിലും കേൾക്കുന്നതൊക്കെ നാരായണന്റെ ശ്രുതികളായും ചെയ്യുന്നതൊക്കെ നാരായണനുള്ള അർച്ചനയായും നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ സമയത്തും ആത്മനിഷ്ഠയാണ് നമുക്കുള്ളത്. ആത്മനിഷ്ഠയിൽ തന്നെ നീ നിന്നുകൊണ്ടിടിൽ. കിട്ടും മഹാനന്ദം നിത്യം, പിന്നെ കിട്ടും മഹാ ആനന്ദം, എന്നും കിട്ടും. പെട്ടുപോകില്ല നീ സംസാരകൂപി. കിട്ടും മഹാ ആനന്ദം നമുക്ക്. പിന്നെ ഈ സംസാരമാകുന്ന പ്രശ്ന നിർഭരമായ ഈ ലോകത്തിൽ നമ്മൾ വ്യാപരിക്കേണ്ടതായിട്ടില്ല, അതിൽ പെട്ടുപോകില്ല. എത്ര വലിയൊരു സത്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് എളുപ്പമല്ലേ? കാണുന്നതൊക്കെ നാരായണന്റെ സ്വരൂപമായും കേൾക്കുന്നതൊക്കെ നാരായണന്റെ ശ്രുതികളായും തന്നെ ഒരാൾ ചീത്ത പറയുകയാണെങ്കിലും അതും നാരായണന്റെ ശ്രുതിയായിട്ട് കേൾക്കാൻ നമുക്ക് കഴിയണം. ചെയ്യുന്നതൊക്കെ എന്ത് കർമ്മം ചെയ്താലും അതെല്ലാം നാരായണന്റെ അർച്ചനയായിട്ട് കണ്ടുകൂടെ? പ്രവൃത്തി ചെയ്യുമ്പോഴെല്ലാം നാരായണനെ ശ്രവിച്ചുകൊണ്ട് നാരായണനുള്ള പൂജയാണെന്ന് ഭാവിച്ചുകൊണ്ട് പ്രവൃത്തികളൊക്കെ ചെയ്യൂ. വിഗ്രഹത്തിന് പൂജ ചെയ്യുന്നത് മാത്രമല്ല പൂജ, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പൂജ തന്നെയാണ്. ഇതാണ് നമ്മൾ ആത്മനിഷ്ഠ എന്ന് പറയുന്നത്. കഷ്ടപ്പെടാതെ നീ മനമേ ആത്മനിഷ്ഠയിൽ തന്നെ നീ നിന്നുകൊണ്ടിടിൽ. കിട്ടും മഹാനന്ദം നിത്യം, പിന്നെ പെട്ടുപോകില്ല നീ സംസാരകൂപേ. എത്ര ലളിതമായിട്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നത്. ഇപ്രകാരത്തിൽ ഒന്ന് ചെയ്തു നോക്കൂ, അപ്പോൾ തീർച്ചയായും നമുക്ക് ആ ആത്മാനന്ദം അനുഭവവേദ്യമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇതൊന്നുകൂടി നമുക്ക് വിചിന്തനം ചെയ്യാം. കഷ്ടപ്പെടാതെ നീ മനമേ ആത്മനിഷ്ഠയിൽ തന്നെ നീ നിന്നുകൊണ്ടിടിൽ. കിട്ടും മഹാനന്ദം നിത്യം, പിന്നെ പെട്ടുപോകില്ല നീ സംസാരകൂപേ. ഹരേ കൃഷ്ണ.